ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയത്തിനായിട്ട് 37-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദേശത്ത് പാർത്ത് രണ്ട് പല നിർദ്ദേശങ്ങൾ അവിടെ ഉണ്ട്. 3-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ പല നിർദ്ദേശങ്ങൾ കാണാം. അതിൽ ഒന്നു മാത്രം അല്പമായ ചിന്തയ്ക്ക് വിധേയമാക്കുവാൻ ആത്മനടത്തിപ്പിൽ ശരണപ്പെടും. വിശ്വസ്തതയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. 1-2 കാര്യത്തിൽ ഞാൻ ചെയ്ത് ഓർക്കുന്നു. എന്നെ വിശ്വസ്തൻ നേടിയെന്ന് വീഡിയോ ചെയ്ത് ഞാൻ ഓർക്കുന്നു. എന്നാൽ അതിൻ്റെ മറ്റൊരു വശമാണ് ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. 37-ാം സങ്കീർത്തനത്തിൽ ദാവീദ് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്ന ചില പ്രായോഗിക നിർദ്ദേശങ്ങളാണ് നാം കാണുന്നത്. അതെഴുതിയത് അവൻ്റെ യൗവനത്തിലല്ല. 25-ാം വാക്യം വായിച്ചാൽ ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദീർഘമായ ജീവിതകാലത്ത് താൻ കടന്നുപോയ സാഹചര്യങ്ങളെയൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ 37-ാം സങ്കീർത്തനം വരുന്നത്. അപ്പോൾ ആ നിർദ്ദേശങ്ങൾക്കൊക്കെ അനുഭവത്തിൻ്റെ പിൻബലമുണ്ട്. ദൈവത്തിൽ നിന്നുള്ള കരുതലിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. എല്ലാം ഒന്നും ചിന്തിക്കുന്നില്ല. വിശ്വസ്തതയെ ആചരിക്കുക. ദൈവം ഏതിലാണ് പ്രസാദിക്കുക? ദൈവം പ്രസാദിക്കുന്ന ഏതിലാണ്? ഇന്ന് 12-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാമല്ലോ, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു എന്ന് വിലപിക്കുന്നത് നമുക്ക് കാണാം. ഈ തലമുറയിലും നമുക്കും പ്രാർത്ഥിക്കാനുള്ളതാണ്. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവം നോക്കുന്നത് എന്താ? നമ്മുടെ പ്രകടനമാണോ? നമ്മുടെ പ്രവർത്തനം ബാഹുല്യമാണോ? നേട്ടങ്ങളുടെ വലിയ പട്ടികയാണോ? ദൈവം നോക്കുന്നത് എന്താ? യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം 3-ാം വാക്യം, യഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? യഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? അപ്പോൾ ദൈവം പ്രസാദിക്കുന്നത് വിശ്വസ്തതയിലാണ്. വിശ്വസ്തത സുവിശേഷങ്ങൾ കർത്താവ് യേശുവിനെ കുറിച്ച് അടിവരയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല 119-ാം സങ്കീർത്തനം 30-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. വിശ്വസ്തതയുടെ മാർഗം. അപ്പം ദേശത്ത് ഭർത്താവ് വിശ്വസ്തയെ ആചരിക്കുക എന്ന് പറയുമ്പോൾ വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്ക് വേറൊരു മാർഗം വേണ്ട, വിശ്വസ്തയുടെ മാർഗം. മാത്രമല്ല മോശയെക്കുറിച്ച് എബ്രായത്തിൽ പറയുന്നു, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഗ്രഹവിചാരകന്മാരിൽ ആഗ്രഹിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. അപ്പോൾ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ കാലത്ത് വലിയ പ്രാധാന്യമൊന്നും അതിനില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൗലോസിൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പൗലോസ് പറയുന്നു, എന്നെ വിശ്വസ്തൻ എണ്ണി ശുശ്രൂഷയ്ക്കാക്കി. എങ്ങനെയാണ്, ഏതെല്ലാം തലത്തിൽ, ആരോടൊക്കെ നാം വിശ്വസ്തരായിരിക്കണം? ഞാനത് 3 തലത്തിലെത്തിരിക്കുന്നത്. 1, ദൈവത്തോട് നാം വിശ്വസ്തരായിരിക്കണം.
നേരത്തെ പറഞ്ഞു, എന്നാലും ചില വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത് ദൈവത്തോട് നമുക്ക് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ദൈവത്തോട് വിശ്വസ്ത പുലർത്തുവാൻ കഴിയണം. ഞാൻ വായിച്ചല്ലോ 119 സങ്കീർത്തനത്തിൽ, വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തോട് ഏതെല്ലാം കാര്യങ്ങളാണ് വിശ്വസ്തരായിരിക്കുന്നത്? എബ്രായ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. മോശയെക്കുറിച്ചൊരു സാക്ഷ്യം പറയുകയാണ്. ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. മിസ്രയീം വരെ സകല ജ്ഞാനവും അഭ്യസിച്ച മോശ ദൈവനെ മുൾപ്പടപ്പിലെ ആ അഗ്നിയിൽ കൂടെ അവനെ വിളിച്ച് വേർതിരിച്ച നാള് മുതൽ, അല്ലെങ്കിൽ അവൻ്റെ 80-ാമത്തെ വയസ്സിൽ ആട് മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അഗ്നിജ്വാലയിൽ കൂടെ അവന് പ്രത്യക്ഷനായി. അവനെ വിളിച്ച ആ സന്ദർഭം മുതൽ അവൻ്റെ പിസ്കായുടെ മുകളിൽ ദേശമെല്ലാം കണ്ടിട്ട് അവനെ വിളിച്ച കർത്താവ് അവനൊപ്പം നിൽക്കുമ്പോൾ ആ നിമിഷം വരെ അവനെക്കുറിച്ചൊരു സാക്ഷ്യമുണ്ട്. ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായി. ദൈവം കൽപ്പിച്ചത് അവൻ ചെയ്തു. പൊതുജന അഭിപ്രായം അവൻ നോക്കിയില്ല. മറ്റുള്ളവരെ ആലോചന അല്പം പോലും എടുത്തില്ല. ദൈവം എന്തു പറഞ്ഞോ അതവൻ ചെയ്തു. അവന് എപ്പോഴും പറയാനുണ്ട്, യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു. മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് പോലെ നമ്മുടെ കർത്താവും ദൈവം തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആയിരുന്നു. അപ്പോൾ നമുക്കുള്ള ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർക്കുള്ള പ്രഥമ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചെന്ന് പറയുന്ന, ഞാൻ വിശ്വാസി എന്ന് പറയുന്ന, ഞാൻ ലോകനല്ല, ഞാൻ ദൈവത്തിലുള്ളതാണ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നാമത് നമ്മെ വിളിച്ചവനോട് വിശ്വസ്ത പുലർത്തുവാൻ നാം ബാധ്യസ്ഥരാണ്. കാരണം അവൻ വിശ്വസ്തൻ മാത്രമാണ്. വിശ്വസ്തൻ മാത്രം. നമ്മൾ അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നുവെന്ന് തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലല്ലോ, അവൻ വിശ്വസ്തനാണ്. അതുപോലെ നാമും ദൈവത്തോട് അവൻ്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരിക്കുക. അവൻ കൽപ്പിച്ച ചെയ്യുക. ചെറുതായാലും വലുതായാലും. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്നത് കാണുന്നില്ലല്ലോ. ദൈവത്തിനെ ആലോചന കേൾക്കാനോ ദൈവസന്നിധിയിൽ നിൽക്കാനോ ദൈവം പറയുന്നത് ചെയ്യാനോ നേരമില്ലല്ലോ. രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ 1 Corinthians 4-ാം അധ്യായം 1-2 വാക്യത്തിലുണ്ട്, ഞങ്ങളെ ദൈവമർമ്മങ്ങളുടെ ഗൃഹഗോചരന്മാർ എന്ന് എണ്ണിക്കൊള്ളട്ടെ. വാക്യം തന്നെ വായിക്കാം. ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്ന ഓരോരുത്തൻ എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. അപ്പോൾ ദേശത്ത് പാർത്ത് വിശ്വസ്തയായിരിക്കുക എന്ന് വരുമ്പോൾ ദൈവം നമ്മെ ദേശത്താക്കിയിരിക്കെ ആ സ്ഥലത്ത് ദൈവം നമ്മെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ മർമ്മങ്ങളുടെ സത്യമറിയാത്തവരാണ് മറ്റുള്ളവർ. നമ്മുടെ ഭാഷയിൽ സത്യമറിയാതെ കർത്താവിനെ അറിയാതെ ജീവിക്കുന്നവരാണ് ആ രക്ഷിക്കപ്പെടാത്ത മറ്റു മനുഷ്യർ. അപ്പോൾ അവരുടെ മധ്യേ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരായി നാം പെരുമാറണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ യജമാനന് അവൻ ഏൽപ്പിച്ച കാര്യങ്ങളിലെല്ലാം വിശ്വസ്തരായി. യജമാൻ കർത്താവെ നീ കൽപ്പന ചെയ്തിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ
അവൻ്റെ വിശ്വസ്തരായി നാം വെളിപ്പെടണം. ലൂക്കോസിലെ 12-ാം അധ്യായത്തിന് 42-ാം വാക്യത്തിൽ തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കേണ്ടതിന് തൻ്റെ ദാസന്മാന്മേൽ നിയമിച്ചാക്കിയ വിശ്വസ്തനും ബുദ്ധിമാനും വിശ്വസ്തനുമായ ഗൃഹവിചാരകനാർന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരം മാത്രമല്ല, ചെറിയ കാര്യങ്ങൾ പോലും ഈ താലന്തുകളുടെ ഉമ്മയില് കർത്താവ് പറയുന്നത്, നീ അത്യല്പത്തിൽ വിശ്വസ്തനാണ്. അത്യല്പത്തിൽ, ചെറുതിൽ പോലും, ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസ്തനായിരുന്നോ? നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മെ നോക്കുമ്പോൾ അങ്ങനെ പറയുമോ? ദൈവത്തോട് നാം വിശ്വസ്തരായിരിക്കും. മാത്രമല്ല, ദൈവത്തെ സേവിക്കുന്നതിൽ, ദൈവഭവനത്തിൽ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരായി ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുന്ന, വിശ്വസ്തരായി പെരുമാറുന്ന ഒരു ജീവിതം നമുക്ക് ആവശ്യം. മാത്രമല്ല, നാം അവനെ സേവിക്കാൻ വിളിക്കപ്പെട്ടു. മത്തായി 25-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 23 വരെയുള്ള ഭാഗത്ത് അതെന്നെ കാണാം. അവനെ സേവിക്കുന്നതിൽ വിശ്രമമില്ലാതെ അഹോരാത്രം അവൻ്റെ കാര്യങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കും. കർത്താവ് വരുമ്പോൾ നീ അത്യല്പത്തിൽ വിശ്വസ്തരായിരുന്നു. എൻ്റെ ആ വാക്യം തന്നെ ഞാൻ വായിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും. നീ അല്പത്തിൽ വിശ്വസ്തരായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരനാക്കും. ലൂക്കോസിലെ കുറച്ചുകൂടെ നിങ്ങൾ നോക്ക്. ലൂക്കോസ് 16-ാം അധ്യായം 10-ാം വാക്യം. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. അല്പത്തിൽ മാത്രമല്ല, അത്യല്പത്തിൽ, മൈന്യൂട്ടസ്, ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും വിശ്വസ്ത പുലർത്തുക. ആദ്യം ഞാൻ യെരമ്യാപ്രവചനത്തിൽ വായിച്ച പോലെ ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. ദാവീദ് വേറെ അർത്ഥത്തിൽ പറഞ്ഞു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. വിശ്വസ്തത. ദൈവത്തോട് സംസാരിക്കുമ്പോൾ വിശ്വസ്ത പുലർത്താതെ, ദൈവകാര്യങ്ങൾ വിശ്വസ്ത പുലർത്താതെ, കർത്താവേ അങ്ങ് പറഞ്ഞത് ഞാൻ ചെയ്തു എന്ന് പറയുവാൻ പ്രാഗൽഭ്യമില്ലാതെ, ദൈവഹിതം അറിയാതെ നാം തോന്നിയ പോലെ ജീവിച്ചാൽ എന്ത് പ്രയോജനം? അപ്പോൾ ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കാൻ ദാവീദ് പറയുമ്പോൾ, ദേശത്ത് നമ്മെ ആക്കിയിരിക്കെ അവൻ്റെ ഗൃഹവിചാരന്മാരായി, അവൻ്റെ കാവൽക്കാരായി അവൻ നമ്മെ ദേശത്താക്കിയിരിക്കെ, അവൻ്റെ ഹിതമറിഞ്ഞ, ദൈവഹിതമറിഞ്ഞ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം ഏൽപ്പിക്കുന്നത് തിരുനാമം മഹിമയ്ക്കായി ചെയ്ത് അവിടുത്തെ യജമാനെ ഉയർത്തി നമ്മുടെ കർത്താവിൻ്റെ മഹത്വമായി ജീവിച്ച് ചെറിയ കാര്യങ്ങൾ പോലും, സൂക്ഷ്മ കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നിർഭാഗ്യവശാൽ ഇന്ന് ദുഃഖകരമായി നടക്കും. അബ്രഹാം താൻ വസിച്ച പരദേശിയായി പാർത്ത ദേശത്ത് ദേശനിവാസികളോട്, ഞാൻ ഇവിടെ അന്യനും പരദേശിയുമാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, യജമാനനെ, നീ ഞങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ പ്രഭുവാണ്. അവനെ ശ്രദ്ധിക്കുകയാണ്. ലോകജാതികൾ അവനെ ശ്രദ്ധിക്കുകയാണ്. അവൻ്റെ ജീവിതം കാണുകയാണ്. എലീശയുടെ കാലത്ത് ഒരു ശൂലേമിലൊരു ഒരു സ്ത്രീ അവനെ വീട്ടിൽ സ്വീകരിച്ചു. പിന്നെ അവന് വേണ്ടി ഒരു മുറിയൊക്കെ ഉണ്ടാക്കി. അവൾ പറഞ്ഞത്, ഭർത്താവിനോട് പറഞ്ഞത്, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവകാര്യങ്ങൾ വിശ്വസ്തനാണ്. അവനൊരു മുറി ഉണ്ടാക്കണം. ഇന്ന്
പലരെയും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത സാഹചര്യമാണ്. വലിയ ലേബലുണ്ട്, പക്ഷേ വീട്ടിൽ കയറ്റാനൊക്കെ ഇല്ല. എന്താ കാരണം? വിശ്വസ്തതയില്ല. മാത്രമല്ല, ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. അപ്പോൾ ദൈവത്തോട്, ദൈവകാര്യങ്ങളിലല്ല. എലീശയെ, വിശുദ്ധനായൊരു ദൈവപുരുഷൻ, ദാനിയേലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്. അവൻ വിശ്വസ്തനായിരുന്നു. നമ്മളെ കർത്താവ് നോക്കുമ്പോൾ ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തനായിരുന്നു പറയുമോ? 2, നമ്മോട് തന്നെ. 1, ദൈവത്തോട്. ദൈവകാര്യങ്ങളിലൊക്കെ വിശ്വസ്തർ. ദൈവം ഏൽപ്പിക്കുന്ന എല്ലാത്തിലും വിശ്വസ്തർ. 2, നമ്മോട് തന്നെ. നാം നമ്മെ തന്നെ ചതിക്കുന്നവരായി തീരരുത്. നമ്മോട് തന്നെ വിശ്വസ്ത പുലർത്തുക. നമ്മുടെ ആത്മാവിനോട്, നമ്മുടെ ഭാവിയോട്, നമ്മുടെ കാര്യങ്ങളോട് നാം വിശ്വസ്ത പുലർത്തുക. ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയാൽ തീർച്ചയായിട്ടും നമ്മോടും നാം വിശ്വസ്ത പുലർത്തും. നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ ഒരിക്കലും പാഴാകുകയില്ല. ദൈവത്തിന് വിശ്വസ്തൻ, വിശ്വസ്തയോടെ ദൈവത്തെ അനുസരിക്കുന്നവൻ, വിശ്വസ്തയോടെ കർത്താവിൻ്റെ ആലോചനകളിൽ ഉറ്റുനിൽക്കുന്നവൻ, വിശ്വസ്തയോടെ ദൈവവചനം പാലിക്കുന്നവൻ, വിശ്വസ്തത മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നവൻ തൻ്റെ ജീവിതത്തെയും തീർച്ചയായിട്ടും കെട്ടി ഉയർത്തും. തൻ്റെ ജീവിതത്തിലും തീർച്ചയായിട്ടും വളർച്ച അവൻ കാണും. നമ്മുടെ ജീവിതത്തിലോ നമ്മോട് തന്നെ വിശ്വസ്ത പുലർത്തുക. എൻ്റെ ശരീരത്തെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ദേഹിയെ കുറ്റമറ്റതായി എനിക്ക് സൂക്ഷിക്കണം. കുറ്റമറ്റതായി, ലംഘനം ചെയ്യാത്തതായി, പാപം ചെയ്യാത്തതായി എനിക്ക് സൂക്ഷിക്കണം. വിശ്വസ്തത. 3, ഞാൻ ദിവ്യത്തെ അത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 3, മറ്റുള്ളവരോട് ദേശത്ത് പാർത്ത് വിശ്വസ്തതയെ ആചരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ മറ്റുള്ളവരോട്, നമ്മുടെ സമൂഹത്തോട്. ഒരു പഴഞ്ചൊല്ലുണ്ട്, അതിന് വിശദീകരണത്തിലൂടെ ഞാൻ കിടക്കത്തില്ല. വടി വെക്കുന്നിടത്ത് കുട വെക്കത്തില്ല, കുട വയ്ക്കുന്നിടത്ത് വടി വെക്കില്ല. പഴയ കാരണന്മാരെ കുറിച്ച് പറയുന്ന ഒരു പഴഞ്ചൊല്ല, അത് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുപോലെ ആയിട്ടുണ്ട് ഇന്നത്തെ ആത്മീയ സമൂഹം. എല്ലാവരുമല്ല. വാക്കിൽ വിശ്വസ്തയില്ല, നടപ്പിൽ വിശ്വസ്തയില്ല, പ്രവൃത്തിയിൽ വിശ്വസ്തയില്ല, ഇടപാടിൽ വിശ്വസ്തയില്ല, ബന്ധങ്ങളിൽ വിശ്വസ്തയില്ല. വലിയ വായിൽ പാടും, വലിയ വായിൽ പറയും, വലിയ വായിൽ പ്രസംഗിക്കും, പ്രാർത്ഥിക്കും, പക്ഷേ ഇതൊന്നുമില്ല. ദൈവവചനം വിവാഹബന്ധത്തിലോ മലാഖയിൽ പറയുന്നുണ്ടല്ലോ, കുടുംബ ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കണം, കൊടുക്കൽ വാങ്ങലിൽ വിശ്വസ്തരായിരിക്കണം, സമൂഹത്തോട് ഇടപെടുമ്പോൾ വിശ്വസ്തരായിരിക്കണം, സാമ്പത്തിക കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കണം, ഒട്ടനേകം കാര്യങ്ങൾ. കാര്യം നിത്യജീവിതത്തിൽ നാം ഒരു ഒറ്റപ്പെട്ട ദ്വീപിലല്ലോ കഴിയുന്നു, സമൂഹത്തോടാണ് ഇടപെടുന്നത്. അപ്പോൾ ദേശത്ത് പാർത്തോ വിശ്വസ്തത ആചരിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ, സഹവിശ്വാസികളുമായിട്ടും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലും എല്ലാ കാര്യങ്ങളിലും വേറൊരർത്ഥത്തിലാണ് തീമോഥെയോസിനോട് പറയുന്നത്, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും നിർമ്മലതയിലും വിശ്വാസത്തിലും ആത്മാവിലും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക. അതിൻ്റെ അർത്ഥം വിശ്വസനായിരിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇന്ന് വാക്കിൽ വിശ്വസ്തയില്ല, നടപ്പിൽ വിശ്വസ്തയില്ല, ഇടപാടിൽ വിശ്വസ്തയില്ല. ഞാൻ അങ്ങ് കർത്താവിന് അടുക്കൽ ഇരിക്കുകയാണെന്ന് പലപ്പോഴും പറയുക. പക്ഷേ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്ന പോലെ തന്നെ, തന്നോട് വിശ്വസ്ത പുലർത്തുന്ന പോലെ തന്നെ
നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമ്മുടെ സമൂഹത്തോട് വിശ്വസ്ത പുലർത്തുക. മറ്റുള്ളവരുടെ വിശ്വസ്ത പുലർത്തിയില്ല എങ്കിൽ നാം കള്ളനാ. നമ്മുടെ പറച്ചിൽ വെറുതെ. വിശ്വാസികൾ എന്ന് പറയുകയും അവർ കാണിക്കുന്ന അവിശ്വസ്ത കൊണ്ട് നിമിത്തം ദുഃഖിക്കുകയും ചെയ്യുന്ന, സങ്കടപ്പെടുന്ന, അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന അനേകർ സമൂഹത്തിലുണ്ടല്ലോ. ദൈവത്തിന് പറയാനുള്ളത് ദേശത്ത് വാർത്ത വിശ്വസ്തയായിരിക്കാൻ. അപ്പോൾ ഒന്നാമത് ദൈവത്തോട്, ദൈവത്തോട് വിശ്വസ്തയുള്ളവനെങ്കിൽ ദൈവവചനത്തോട് വിശ്വസ്തയുള്ളവനായി, ദൈവകൽപ്പനയോട് കൽപ്പനകളോട് വിശ്വസ്ത പുലർത്തും. അവൻ ദൈവത്തെ അനുസരിക്കും, ദൈവവചനത്തിന് കീഴ്പ്പെടും, ദൈവനാമത്തിൻ്റെ മഹത്വം അന്വേഷിക്കും, ദൈവസ്നേഹത്തിൽ ജീവിക്കും. അവൻ തന്നോട് തന്നെ വിശ്വസ്തയുള്ളവനായിരിക്കും. തൻ്റെ ജീവിതത്തെ നിർമ്മലമായി സൂക്ഷിക്കും. അകാത്തി ഒന്നിനും അവൻ ഇടപെടത്തില്ല. ദാനിയേൽ പറഞ്ഞ പോലെ അവരെ ട്രെയിനിയായിട്ട് എടുത്ത സമയത്ത് രാജഭോജനം കൊണ്ടും രാജവീഞ്ഞുകൊണ്ടും തനിക്ക് അശുദ്ധി വഹിപ്പാൻ അനുവദിക്കയില്ല എന്ന് ഹൃദയത്തിൽ നിർണയിച്ചു. എൻ്റെ വിശുദ്ധി നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ വിശ്വസ്തത അതല്ലേ ദാനിയേലിനെ കുറിച്ച് ഞാൻ വായിച്ചേ. ബാബിലോൺ സംസ്ഥാനത്ത് ദീർഘവർഷങ്ങൾ ജീവിച്ചിരുന്ന ദാനിയേൽ വിശ്വസ്തനായതുകൊണ്ട് ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. വിശ്വസ്തത, തന്നോട് തന്നെ വിശ്വസ്ത പുലർത്തി, തൻ്റെ ആത്മാവിനോട്, തൻ്റെ മനസ്സാക്ഷിയോട്, തൻ്റെ ജീവിതത്തോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുക. തന്നെ തന്നെ ചതിക്കരുത്, ആരും തന്നെത്താൻ വഞ്ചിക്കരുത് എന്ന് പൗലോസ് പറയുന്നുണ്ടല്ലോ. വഞ്ചിക്കപ്പെട്ട ജീവിതങ്ങളായി അനേകർ മാറിയിരിക്കുന്ന കാലം. എന്നാൽ വിശ്വസ്തരായിരിക്കും മറ്റുള്ളവർ എല്ലാ കാര്യത്തിലും. ആരും നമ്മെ മാറി നിൽക്കണമെന്ന് പറയാൻ ഇടവരരുത്. അബ്രഹാമിനെ കുറിച്ച് നീ ദൈവത്തിൻ്റെ പ്രഭുവാണെന്ന് പറഞ്ഞെങ്കിൽ ലോത്തിനെ കുറിച്ച് സോദോമിൽ പറഞ്ഞത് മാറി നിൽക്കടാ, മാറി നിൽക്കേ. അവർക്ക് അവനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, കുടുംബ ബന്ധങ്ങളിൽ, മക്കളോടുള്ള കാര്യത്തിൽ, കൊടുക്കൽ വാങ്ങലിൽ, സ്വഭാവബന്ധത്തിൽ, സമൂഹമായുള്ള ബന്ധത്തിൽ, തൊഴിൽ മേഖലയിൽ, ജോലി സ്ഥലത്ത്, ബിസിനസ് കാര്യങ്ങളിൽ, എല്ലാ തലത്തിലും, സാമ്പത്തിക രംഗത്ത് വിശ്വസ്തത. എന്നാ ചിലർ വാങ്ങിച്ച ഒരിക്കലും തിരിച്ചു കൊടുക്കുകയില്ലല്ലോ. വിശ്വസ്തത തിരിച്ചു കൊടുക്കുകയുമില്ല. പിന്നെ പറയണ്ട. വിശ്വസ്തത പുലർത്തുക. അപ്പോൾ എത്രത്തോളം വേണം? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ആ വാക്യം മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അതിൻ്റെ അവസാന ഭാഗം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ നിനക്ക് കിരീടം തരും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. സ്മരണയിലെ സഭയോടെ ദൈവം അറിയിച്ചതാണ് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. നമ്മുടെ അവസാന ശ്വാസം വരെ വിശ്വസ്തനായി കർത്താവിനെ സേവിക്കുക. ഇന്നാരിനെ പറ്റിച്ചുവെന്ന് ഒരു ദൈവവചനെ കുറിച്ച് ലോകം പറഞ്ഞുവെങ്കിൽ ലജ്ജാകരം. ദേശത്ത് പാർത്ത വിശ്വസ്തയാചരിക്കുക. ദൈവത്തോട് വിശ്വസ്തനാണെങ്കിൽ തീർച്ചയായിട്ടും നാം നമ്മോട് വിശ്വസ്തരാണെങ്കിൽ നാം നമ്മുടെ സമൂഹത്തോടും വിശ്വസ്തരായിരിക്കും. അതേ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം 2-ാം ഭാഗം, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നിങ്ങളുടെ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. നോക്കണേ, ദൈവം ഒരു സാക്ഷ്യം പറയുന്നു. എൻ്റെ സാക്ഷി വിശ്വസ്തൻ, അന്തിപ്പാസ് വിശ്വസ്തൻ, മരണപര്യന്തം. അവൻ കൊല്ലപ്പെട്ടു, പക്ഷേ
കൊല്ലപ്പെടുന്നവരെ അവൻ്റെ സാക്ഷ്യത്തിൽ അവൻ നിലനിന്നു. ഈ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിൽ നമുക്ക് എത്ര നാളുണ്ടെന്ന് നമുക്കറിയില്ല. കുറച്ചു കാലമാണെങ്കിലും ദീർഘവർഷമാണെങ്കിലും വിശ്വസ്തനായിരുന്നു ആ ദൈവദാസൻ, ആ സഹോദരൻ. ആ മരണശേഷം മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയും അവൻ്റെ തലവേദനയായിരുന്നു. ഞാൻ താമസിക്കുന്ന തൃശ്ശൂർ ഒരു ഭാഷ പറയും, അവൻ്റെ കാട്ടിയേനയായിരുന്നു. എൻ്റെ അർത്ഥം ചൂടിയൻ, ഒരു വിധത്തിലും കൊള്ളാത്ത. ഇങ്ങനെ വിശ്വാസി എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതോ വിശ്വസ്തൻ. കർത്താവ് സാക്ഷ്യം പറഞ്ഞാൽ പോരാ, ലോകത്തിൻ്റെ സാക്ഷ്യം പ്രാപിക്കണം. വിശ്വസ്തൻ. അപ്പോൾ ദേശത്ത് വാർത്ത വിശ്വസ്തയായി നമ്മെ ഓരോ ദേശത്ത് നട്ടിരിക്കെ, ഓരോ ദേശത്ത് ആക്കി വച്ചിരിക്കെ, നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ നമ്മെ ദൈവ സ്വഭാവത്തിന് പങ്കാളിയാക്കി ദേശത്ത് താമസിപ്പിച്ചിരിക്കെ, ആ ദേശത്ത് യേശുക്രിസ്തുവിന് സാക്ഷിയായി അവനോട് വിശ്വസ്ത പുലർത്തി, അവൻ്റെ വചനത്തോട് വിശ്വസ്ത പുലർത്തി, നമ്മുടെ ജീവിതത്തോട് വിശ്വസ്ത പുലർത്തി, ആ വിശ്വസ്തത നമ്മുടെ പ്രവർത്തന മേഖലകളിൽ വെളിപ്പെടുമ്പോൾ ലോകം തീർച്ചയായിട്ടും സാക്ഷ്യം പറയും. അവർ വെറുത്താലും ശരി, പക്ഷേ നമ്മെ പായിക്കുന്നില്ലായിരിക്കും, എന്നാലും അവർ സാക്ഷ്യം പറയും, നാം മരിച്ചാലും ഇന്നാരും വിശ്വസ്തനായിരുന്നു. അയാളുടെ കാര്യത്തിലല്ല വിശ്വസ്തനായിരുന്നു, പറയുന്നതിൽ വിശ്വസ്തനായിരുന്നു. നമ്മുടെ വാക്കിൽ, ജീവിത വ്യാപാരങ്ങളിലെല്ലാം വിശ്വസ്ത പുലർത്തി, വിശ്വസ്ത സാക്ഷിയായി ലോകത്തിൽ ജീവിച്ച് പ്രത്യാശയോടെ വീട്ടിലെത്താൻ നമുക്കൊരുങ്ങാം. ദൈവം പ്രതീക്ഷിക്കും. ഞാൻ വീണ്ടും പറയുന്നു, യെരമ്യാ 5-ാം അധ്യായത്തിൽ നാം വായിച്ചതുപോലെ അവൻ്റെ കണ്ണ് വിശ്വസ്തയാണ് നോക്കുന്നത്. നാം കർത്താവ് നമ്മെ നോക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുമോ? നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു പറയുമോ? അതോ നീതി കെട്ടവനെ, ദുഷ്ടദാസനെ എന്ന് നമ്മെ വിളിക്കുമോ? നമ്മുടെ ദേശത്ത് കർത്താവ് നമ്മെ ആക്കി വച്ചിരിക്കും. നാം പാർക്കുന്നിടത്ത് സാത്താൻ്റെ സിംഹാസനമാണെങ്കിലും പിശാചിൻ്റെ അധിവാസമാണെങ്കിലും ആരും കൂട്ടില്ലെങ്കിലും കർത്താവിന് വേണ്ടി വിശ്വസ്തയോട് നിലനിന്ന് നമ്മുടെ ദൈവത്തോട് വിശ്വസ്ത പുലർത്തി, ആ വിശ്വസ്തത സമൂഹത്തിലും വെളിപ്പെടുത്തി നമ്മോട് വിശ്വസ്ത പുലർത്തി നാം ജീവിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവിന് നാം മഹത്വപ്പെടും. നമ്മുടെ വിളി കൊണ്ടുള്ള ഉദ്ദേശം സഫലമാകും. ആ ദൈവരാജ്യം വ്യാപിക്കും. ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകും. വലിയവനായ കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നല്ല സമയത്തിനായി ഞാൻ സ്തുതിക്കുന്നു. നാഥാ, ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക എന്ന് തൻ്റെ വാർദ്ധക്യത്തിൽ ദാവീദ് പറഞ്ഞ ആ സാക്ഷ്യം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ വിളിച്ചവനോട്, ഞങ്ങളുടെ ദൈവത്തോട്, ഞങ്ങളുടെ സമൂഹത്തോട്, ഞങ്ങളോട് തന്നെ നാഥാ വിശ്വസ്തരായി എല്ലാ രംഗത്തും എല്ലാ മേഖലയിലും അങ്ങയുടെ വിശ്വസ്ത സാക്ഷിയായി വെളിപ്പെടുവാൻ നാഥാ ഞങ്ങൾ കൃപ ചെയ്യണമേ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.